നമസ്കാരം, ഞാൻ രശ്മി സരിൻ. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്സ് ഉപ്മാവിന്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓട്സ് ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഓട്സ് ഉപ്മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റോൾഡ് ഓട്സ് ആണ്. ആദ്യം ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. പാൻ ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഓട്സ് ഒരു 5 മിനിറ്റ് ഒന്ന് നല്ലൊരു മണം വരുന്നത് വരെ ചൂടാക്കിയെടുക്കാം. ഓട്സ് ഉപ്മാവ് റോൾഡ് ഓട്സ് വെച്ചിട്ടും ഇൻസ്റ്റന്റ് ഓട്സ് വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഇൻസ്റ്റന്റ് ഓട്സ് വെച്ച് തയ്യാറാക്കിയെടുക്കുമ്പോൾ വെള്ളത്തിന്റെ അളവിൽ മാത്രം വ്യത്യാസം വരുത്തണം. ചൂടാക്കിയെടുത്തിരിക്കുന്ന ഓട്സ് കരിഞ്ഞു പോകാതെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഓയിൽ ചേർത്ത് കൊടുക്കാം. നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി അല്ലെങ്കിൽ കപ്പലണ്ടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ 2 വറ്റൽമുളക് നടുവേ മുറിച്ചിട്ടതും 2 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളകും കൂടെ ചേർത്തിട്ട് 10 സെക്കൻഡ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് 1/4 കപ്പ് ഉള്ളി അരിഞ്ഞതും 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും അതേപോലെ തന്നെ 1/4 കപ്പ് ബീൻസ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളെ ഇത് തന്നെ ചേർക്കണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസും ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറികളൊക്കെ ഒന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ടും വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നിറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 3/4 ടീസ്പൂണിന്റെ ആവശ്യമില്ല, 1/2 സ്പൂൺ നിറച്ചു ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് ഓട്സിന് 1 കപ്പ് വെള്ളം മതിയാകും. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ഓട്സിലെ അത് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഓട്സ് ഒന്ന് വെള്ളവുമായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓട്സ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വലിഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും ഇതിന്റെ ഈർപ്പം ഒന്ന് വലിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് തുറന്നു വെച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഉപ്പുമാവ് നന്നായിട്ട് വെള്ളമൊക്കെ വലിഞ്ഞ് ഉലർന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇനി വേണമെങ്കിൽ മാത്രം അവസാനം കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും. അതേപോലെ തന്നെ ഓട്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചില ആൾക്കാർക്ക് ഇത് ദഹിക്കാൻ സമയമെടുക്കും. അപ്പോൾ നാരങ്ങ നീര് ചേർക്കുകയാണെങ്കിൽ ഡൈജഷന് ഈസി ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഉപ്പുമാവ് ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.